പൊന്നാനിയിൽ പുതിയ സിവിൽ സ്റ്റേഷൻ കെട്ടിടം അടുത്ത ജനുവരിയിൽ നാടിന് സമർപ്പിക്കുമെന്ന് പി നന്ദകുമാർ MLA പറഞ്ഞു. പുരോഗതി വിലയിരുത്തുവാൻ സിവിൽ സ്റ്റേഷനിലെത്തിയതായിരുന്നു MLA. ഷോപ്പിക വെഡിങ്സ്, ദി ബ്രൈഡൽ ലെഗസി. ജനുവരി മാസത്തിലേക്കാണ് നമ്മുടെ ഒരു ജനുവരിയിൽ പൂർത്തിയാവും. പില്ലറൊക്കെ കൊടുക്കും. 10 കോടി രൂപ പ്രൊജക്റ്റാണ്. 20,000 സ്ക്വയർ ഫീറ്റാണ്. ഇതിൻ്റെ മൊത്തം പഴയ ബിൽഡിങ്ങുമായി കണക്ഷൻ 2 ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൻ്റെ പണി അതിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ലിഫ്റ്റുകളിലെ എല്ലാ അസുഖങ്ങളും മാറ്റി അവിടെ എല്ലാ ഈ 10 കോടി MLAയുടെ ആസ്തി വികസന ഫണ്ടല്ലേ? അല്ല, ഗവൺമെൻറ് ബഡ്ജറ്റ് ഫണ്ട്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ സബ് ട്രഷറി, പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ്, ഇറിഗേഷൻ, AU ഓഫീസ്, ലീഗൽ മെട്രോളജി തുടങ്ങിയ ഓഫീസുകൾക്കാണ് സൗകര്യമൊരുക്കുന്നത്. നിലവിൽ ട്രഷറി സ്വകാര്യ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കോടതി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ട്രഷറി പിന്നീട് കെട്ടിടത്തിന്റെ തകർച്ച കാരണം വാടക കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. 10 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിലെ സിവിൽ സ്റ്റേഷനുമായി കെട്ടിടം ബന്ധിപ്പിക്കും. മാത്രവുമല്ല, പുതിയ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യവും ഒരുക്കുന്നുണ്ട്. ഇതോടെ സിവിൽ സ്റ്റേഷനിൽ ലിഫ്റ്റ് സൗകര്യമില്ലാത്തതിന്റെ ദുരിതം പരിഹരിക്കാൻ കഴിയും. 3-ാം നിലയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ഉൾപ്പെടെ എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ നാട്ടുകാർ വലിയ ദുരിതം നേരിട്ടിരുന്നു. ഭിന്നശേഷിക്കാരെയും വയോധികരെയും താങ്ങിയെടുത്ത മുകളിലേക്ക് എത്തിക്കേണ്ട ദുരവസ്ഥയായിരുന്നു. പൊന്നാനി നഗരസഭയിലും സമാനമായ സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കപ്പെട്ടിരുന്നു. സിവിൽ സ്റ്റേഷനിൽ കൂടി ലിഫ്റ്റ് സൗകര്യം വരുന്നത് വലിയ ആശ്വാസമാകും.